അടുത്തതായിട്ട് പൈപ്പ്ലൈൻ പ്രോസസ്സേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഇത് നമ്മൾ മൂന്നായിട്ടാണ് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തേത് അരിത്തമെറ്റിക് പൈപ്പ് ലൈനാണ്. അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ്. രണ്ടാമത്തേത് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ്. ദെൻ മൂന്നാമത്തേത് പ്രോസസ്സർ പൈപ്പ് ലൈനിങ്. ഇങ്ങനെ 3 ടൈപ്പ് പൈപ്പ് ലൈനിങ് പ്രോസസ്സേഴ്സാണ് മെയിനായിട്ടുള്ളത്. ഇത് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ അരിത്തമെറ്റിക് പൈപ്പ് ലൈനിൻ്റെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്സ് കമ്പ്യൂട്ടറിനകത്ത് യൂസ് ചെയ്യുന്ന ALUവിനകത്ത് നമ്മൾ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസിനെയാണ് നമ്മൾ സെഗ്മെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അത് അടുത്ത സെഗ്മെൻറ്റിലേക്ക് കൊടുക്കുന്നു, അവിടെ അടുത്തൊരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. ആ ഒരു രീതിയിൽ പോകുന്ന ഒരു പൈപ്പ് ലൈനിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ സ്ട്രീം ഓഫ് ഇൻസ്ട്രക്ഷൻസിൻ്റെ എക്സിക്യൂഷൻ, അത് നമ്മൾ നോർമൽ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് സീക്വൻഷ്യൽ ഓർഡറിലാണ്, അതായത് ഒന്ന് കഴിഞ്ഞ് അടുത്തത് എന്നുള്ള രീതിയിലുള്ള എക്സിക്യൂഷനാണ് നോർമൽ എക്സിക്യൂഷനിൽ വരുന്നത്. അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ്റെ സ്ട്രീം അത് എങ്ങനെ പോകണം, അത് അല്ലെങ്കിൽ അതിനെ എത്ര സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പൈപ്പ് ലൈനിങ് പറഞ്ഞ സമയത്ത് പറഞ്ഞു ഒരു ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷനെ നമ്മൾ 4 സെഗ്മെൻറ്റായിട്ട് ഡിവൈഡ് ചെയ്ത് ഫെച്ച് ഡീകോഡ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലെ നമുക്ക് ഒരു കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷനെ നമുക്ക് പല പല സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അവിടെ നമ്മൾ പൈപ്പ് ലൈനിങ് അപ്ലൈ ചെയ്യുന്നതാണ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്. ഈ ടെക്നിക്കിന് നമ്മൾ പറയുന്ന വേറൊരു പേരും കൂടി പറയാറുണ്ട്, അതാണ് ഇൻസ്ട്രക്ഷൻ ലുക്ക് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ്ങിന് തന്നെ പറയുന്ന വേറൊരു പേരാണ് ഇൻസ്ട്രക്ഷൻ ലുക്ക് ഹെഡ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനെയാണ് പൈപ്പ് ലൈൻ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ പ്രോസസ്സർ പൈപ്പ് ലൈനിങ് ഉണ്ട്. പ്രോസസ്സർ പൈപ്പ് ലൈനിങ് എന്ന് പറയുമ്പോഴത്തേനും സെയിം ഡേറ്റ സ്ട്രീമിനെ തന്നെ നമ്മൾ ഒന്നിലധികം പ്രോസസ്സേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് പൈപ്പ് ലൈനിങ്ങിനെയാണ് പ്രോസസ്സർ പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ അരിത്തമെറ്റിക് പൈപ്പ് ലൈൻ വരുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ, ആ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ടെന്ന് വിചാരിക്കുക. ഇതൊരു ബഫറാണെങ്കിൽ ആ ബഫറിൽ നിന്ന് അതിനെ നമ്മൾ ആദ്യത്തെ സെഗ്മെൻറ്റിലേക്ക് കൊടുക്കുന്നു. ആ സെഗ്മെൻറ്റിൽ നിന്ന് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ടിനെ നമ്മളൊരു ബഫറിലേക്ക് അടുത്ത് സ്റ്റോർ ചെയ്യുന്നു. ആ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അടുത്ത സെഗ്മെൻറ്റിലേക്ക് കൊടുക്കുന്നു. ദെൻ അതിനെ വീണ്ടും ഒരു ബഫറിൽ സ്റ്റോർ ചെയ്യുന്നു. സ്റ്റോർ ചെയ്തതിന് ശേഷം എഗെയിൻ അതിനെ അടുത്ത സെഗ്മെൻറ്റിലേക്ക് കൊടുക്കുന്നു. ഇതിങ്ങനെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം A × B പവർ 2 എന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ A × B പവർ 2. അപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സെഗ്മെൻറ്റ് യൂസ് ചെയ്യുന്നു. ദെൻ പവർ കണ്ടുപിടിക്കാനായിട്ട് സെക്കൻഡ് യൂസ് ചെയ്യുന്നു. ദെൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തേർഡ് യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ദെൻ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു C എന്ന് പറയുന്ന ഒരു നമ്പറിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ ഓരോരോ സെഗ്മെൻറ്റിൽ ഓരോരോ ഓപ്പറേഷനായിട്ട് പെർഫോം ചെയ്ത് വരുന്നതിനെയാണ് അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്. ഇനി ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കുമല്ലോ. ആ പ്രോഗ്രാമിനകത്താണ് നമുക്ക് പല പല ഇൻസ്ട്രക്ഷൻസ് വരുന്നത്. ഈ ഇൻസ്ട്രക്ഷൻസിനെ ഓരോന്നോരോന്നായിട്ട് ഓക്കെ 1 2 3 എന്ന് പറഞ്ഞിട്ട് ഓരോരോ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് നമ്മൾ എടുത്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ഡേറ്റ നമ്മൾ മെമ്മറിയിൽ കൊണ്ടുവരുന്നു. മെമ്മറിയിൽ നിന്ന് ഡേറ്റാനെ കൊണ്ടുവരുന്നു, അത് വെച്ചിട്ട് പ്രോസസ്സ് ചെയ്യുന്നു. ദെൻ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ആ റിസൾട്ടിനെ തിരിച്ച് മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആ ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷന് ആണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, പൈപ്പ് ലൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 1 2 3 എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഫങ്ഷണൽ യൂണിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഓരോ ഫങ്ഷണൽ യൂണിറ്റ്സും ചെയ്യുന്നത് ഇപ്പോൾ ആദ്യത്തേത് ഫെച്ചാണ് ചെയ്യുന്നതെങ്കിൽ രണ്ടാമത്തെ ഡീകോഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ എടുത്തിട്ട് ആ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂഷന് ആണ് നമ്മൾ പൈപ്പ് ലൈൻ ചെയ്ത് എടുക്കുന്നത്, സൈമൾട്ടേനിയസ് പ്രോസസ്സാക്കി മാറ്റുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്ത പ്രോസസ്സർ പൈപ്പ് ലൈൻ എന്ന് പറയുമ്പോഴത്തേനും നമുക്കൊരു മെമ്മറി സെഗ്മെൻ്റ് ഉണ്ട്. ഇവിടെ നമുക്കൊരു പ്രോസസ്സർ 1 P1 എന്ന് പറയുന്ന ഒരു പ്രോസസ്സർ ഉണ്ട്. അതിലേക്ക് നമ്മൾ ഡേറ്റ കൊടുക്കുന്നു. ഇതിൽ നമ്മളിവിടെ പെർഫോം ചെയ്യുന്നത്
ടാസ്ക് 1 ആണ്. ഫസ്റ്റ് ഒരു ടാസ്ക്കാണ് നമ്മളിവിടെ പെർഫോം ചെയ്യുന്നത്. ഇതാണ് ടാസ്ക് 1 എന്ന് വിചാരിക്കുക. ഈ ടാസ്ക് P1 ആണ് പെർഫോം ചെയ്യുന്നത്. ദെൻ ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ അഗെയിൻ എന്ത് ചെയ്യുന്നു, രണ്ടാമത് ഒരു മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. സ്റ്റോർ ചെയ്തതിന് ശേഷം അത് അടുത്ത പ്രോസസ്സറിലേക്ക് കൊടുക്കുന്നു. ഇത് P2 എന്ന് പറയുന്ന പ്രോസസ്സർ. P2 പെർഫോം ചെയ്യുന്നത് രണ്ടാമത്തെ ടാസ്ക് ആണെന്ന് വിചാരിക്കുക. വേറൊരു ടാസ്ക്കാണ് P2 പെർഫോം ചെയ്യുന്നത്. സോ ടാസ്ക് 2. അപ്പോൾ അത് പെർഫോം ചെയ്തതിന് ശേഷം അവിടെ നിന്നുള്ള റിസൾട്ട് നമ്മൾ അഗെയിൻ ഒരു മെമ്മറിയിലേക്ക് സെഗ്മെൻറ്റിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അവിടെ നിന്നുള്ളതിനെ അടുത്ത പ്രോസസ്സറിലേക്ക് കൊടുക്കുന്നു P4. അവിടെ നിന്ന് നമ്മൾ മൂന്നാമത്തെ ടാസ്ക് പെർഫോം ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ പ്രോസസ്സറുകളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതായത് ഒന്നിലധികം പ്രോസസ്സർ സെഗ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ പ്രോസസ്സർ പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് പൈപ്പ് ലൈനിങ് ആണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. സോ അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് പൈപ്പ് ലൈനിങ് ആണുള്ളത്. ഇനി ഈ പൈപ്പ് ലൈനിങ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുമ്പം ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള കോൺഫ്ലിക്ട്സുകളും കൂടി മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ 3 ടൈപ്പ് ഓഫ് കോൺഫ്ലിക്ട്സ് ആണ് നമുക്ക് നോർമലി ഒരു പൈപ്പ് ലൈനിൽ വരാൻ സാധ്യതയുള്ളത്. അതിൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സ് കോൺഫ്ലിക്റ്റ് ആണ്. റിസോഴ്സ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോഴത്തേനും സെയിം റിസോഴ്സിനെ തന്നെ, കൂടുതലും നമുക്ക് മെമ്മറിയിലാണ് ഇത് വരുന്നത്, സെയിം ലൊക്കേഷൻ മെമ്മറി സെഗ്മെൻറ്റിനെ തന്നെ നമ്മൾ പല സെഗ്മെൻറ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, പൈപ്പ് ലൈൻ സെഗ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അന്നേരം വരുന്നതാണ് റിസോഴ്സ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതിപ്പോൾ മെമ്മറിയുടെ കേസിൽ തന്നെ ആവണമെന്നില്ല, ഏത് പെരിഫറൽ ഡിവൈസ് ആണെങ്കിലും ഒരു പൈപ്പ് ലൈൻ സെഗ്മെൻറ്റ്, ഒന്നിലധികം പൈപ്പ് ലൈൻ സെഗ്മെൻറ്റ് സെയിം റിസോഴ്സിനെ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റാണ് റിസോഴ്സ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെമ്മറിയുടെ കേസിലൊക്കെ ആണെങ്കിൽ ചില പൈപ്പ് ലൈൻ സെഗ്മെൻറ്റ് ഫെച്ചിങ് ആയിരിക്കും ചെയ്യുന്നത്. അതായത് ആ ഡേറ്റ റീഡ് ചെയ്യാൻ ശ്രമിക്കും. വേറൊരു പൈപ്പ് ലൈൻ എന്ത് ചെയ്യും, അവിടെ കൊണ്ടുപോയി ഡേറ്റേനെ റൈറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ടുകളിൽ വേരിയേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് അവിടെ റിസോഴ്സ് കോൺഫ്ലിക്റ്റ് ആയിട്ട് പറയുന്നത്. ദെൻ രണ്ടാമത്തെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഡേറ്റ ഡിപ്പെൻഡൻസിയാണ്. ഡേറ്റ ഡിപ്പെൻഡൻസി എന്ന് പറയുമ്പോൾ നോർമലി നമ്മളിപ്പോൾ കണ്ടത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ്റെ ഔട്ട്പുട്ടായിരിക്കും മറ്റൊരു ഇൻസ്ട്രക്ഷൻ്റെ അല്ലെങ്കിൽ മറ്റൊരു പൈപ്പ് ലൈൻ സെഗ്മെൻറ്റിൻ്റെ ഇൻപുട്ടായിട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ പൈപ്പ് ലൈനിൽ ഇങ്ങനെ സൈമൾട്ടേനിയസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ചില കേസസിൽ നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻ്റെ ഔട്ട്പുട്ടായിരിക്കണം അടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് വേണ്ടി വരുന്നത്, പക്ഷേ ആ ഔട്ട്പുട്ട് റെഡി ആയിട്ടുണ്ടാവില്ല. അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് ഡേറ്റ ഡിപ്പെൻഡൻസി ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറയുവാണ് മൂവ് R1, R2 എന്ന് പറഞ്ഞു. ദെൻ അതിന് ശേഷം ആഡ് R1, R2, R3 എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് റിസൾട്ട് നമുക്ക് ഇവിടെ കിട്ടണം. കിട്ടിയതിന് ശേഷം വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ഇതിനെ എനിക്ക് R3നെ കൊണ്ടുപോയി R5ൽ കൊണ്ടുവെക്കാൻ പറയുന്നു. പക്ഷേ ഈ റിസൾട്ട് റെഡിയായാൽ മാത്രമേ എനിക്ക് ഈ ഒരു ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു ഇൻസ്ട്രക്ഷനെ ഈ ഡേറ്റേനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഇരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഡേറ്റ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ഈ ഡേറ്റ ഡിപ്പെൻഡൻസി വരുന്ന സമയത്ത് ഈ ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഇതിനെ അടുത്ത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയും ടൈം നമ്മൾ ഡിലേ ചെയ്യിപ്പിക്കേണ്ടി വരും. ഇനി മൂന്നാമത്തെ ഇതാണ് ബ്രാഞ്ച് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് PC അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. കാരണം നമ്മൾ ബ്രാഞ്ചിങ് വരുന്ന സമയത്ത് സീക്വൻഷ്യലായിട്ട് പോകുന്ന PC അഡ്രസ്സിലായിരിക്കില്ല നമുക്ക് ജമ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വേറൊരു ടാർഗറ്റ് അഡ്രസ്സൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകേണ്ടി വരും. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ ടൈമും കാര്യങ്ങളും അപ്പോൾ PC വാല്യൂ ചേഞ്ച് ചെയ്ത് വന്നാലേ നമുക്ക് അടുത്ത ഇൻസ്ട്രക്ഷനെ എടുക്കാനും എക്സിക്യൂട്ട് ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഡിലേ അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് പൈപ്പ് ലൈൻ കോൺഫ്ലിക്ട്സ് ആണ് നോർമലി ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മളൊരു പൈപ്പ് ലൈൻ ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ 3 ടൈപ്പ് ഓഫ് കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത് റിസോഴ്സ് കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഡേറ്റ ഡിപ്പെൻഡൻസി ഉണ്ട്, ബ്രാഞ്ച് ഡിഫറൻസ് ഉണ്ട്. ഇതിങ്ങനെ 3 ടൈപ്പ് ഓഫ് കോൺഫ്ലിക്ട്സ് ആണ് നോർമലി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് പല ടൈപ്പ് ഓഫ് പൈപ്പ് ലൈൻ ഹസാർഡ്സിൻ്റെ ഡിറ്റക്ഷനും റെസൊല്യൂഷനൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്.